അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വർക്കല തീരത്തും അടിഞ്ഞു. പാപനാശം തീരത്തും മാന്തറയിലും തുറന്ന നിലയിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. നിരവധി പേർ ബലിതർപ്പണത്തിന് ഇറങ്ങുന്ന പാപനാശം തീരത്ത് ഉപ്പ് പോലുള്ള വസ്തുക്കൾ വ്യാപിച്ചിട്ടുണ്ട്. ശാലിനി ചേരുന്നു. ശാലിനി, തിരുവനന്തപുരത്തും അടിഞ്ഞിരിക്കുകയാണ് കണ്ടെയ്നറുകൾ. വർക്കല തീരത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞതായി കാണുന്നത്. നിലവിലുള്ള സാഹചര്യം? രോഹിണി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തേക്കും അങ്ങനെ MSC എൽസ 3 ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചുതെങ്ങിലാണ്. അഞ്ചുതെങ്ങിലും വർക്കലയിലും ആണ് ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വർക്കല പാപനാശം തീരത്തിന് സമീപം, അതായത് മാമ്പ്ര ക്ഷേത്രത്തിന് സമീപത്താണ് കണ്ടെയ്നറുകൾ തുറന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പാപനാശം ബീച്ച്, അതായത് ഒരുപാട് ആളുകൾ ബലിതർപ്പണത്തിനടക്കം എത്തുന്ന ആ മേഖലയിൽ അതിൽ നിന്നുള്ള ചാക്കുകെട്ടുകളും ഒക്കെയായി അവിടെ വലിയ രീതിയിലുള്ളൊരു മാലിന്യ പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോൾ നിൽക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചുതെങ്ങിലാണ്. അഞ്ചുതെങ്ങിന്റെ തീരദേശ മേഖലയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഒരു കണ്ടെയ്നർ ഒരു ഭാഗത്ത് തുറന്നു കിടപ്പുണ്ട്. അതിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. മുഴുവനുമായി വെള്ളം കയറിയ നിലയിലാണ്. ഒപ്പം തന്നെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന ചാക്കുകെട്ടുകൾ പുറത്തേക്ക്, അതായത് പാക്കഡ് ചാക്കുകളാണ്, അത് പുറത്തേക്ക് മുഴുവനുമായി കടലിൽ വീണിട്ടുണ്ട്. തൊട്ട് സമീപത്തായി മറ്റൊരു കണ്ടെയ്നർ കൂടി കിടപ്പുണ്ട്. നമുക്ക് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തിരയടിക്കുകയാണ്. ഈ പല ചാക്കുകെട്ടുകളും പൊട്ടിയ നിലയിലാണ്. ആ പൊട്ടി ചാക്കുകെട്ടിൽ നിന്നുള്ള വസ്തു അത് കെമിക്കൽ പദാർത്ഥമാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളാണോ എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വസ്തു ഈ ഒരു കടൽ തീരത്തിന്റെ മേഖലയിൽ മുഴുവനുമായി വ്യാപിച്ചു കിടക്കുകയാണ്. ഇവിടെ അഞ്ചുതെങ്ങ് മുതൽ മുതലപ്പുഴി അപ്പുറം പോയാൽ പാപനാശം വർക്കല അടക്കമുള്ള മേഖലകളിൽ അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ചാക്കുകൾ ചിലത് ഈ ഒരു തീരത്ത് അടിഞ്ഞ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പൊട്ടിയ നിലയിലാണ്. അതിൽ നിന്നുള്ള ഈ വെള്ള നിറത്തിലുള്ള പദാർത്ഥം അത് പുറത്ത് തള്ളിക്കിടക്കുന്നുണ്ട്. പല ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്, ഇത് കാണാനായി എത്തുന്നുണ്ട്, ഇതിൽ വന്ന് സ്പർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില തടിക്കഷ്ണങ്ങൾ, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഇതിനുള്ളിലെ തടി കഷ്ണങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ തടിക്ക് സമാനമായ മെറ്റീരിയലും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ തിരമാല അതിശക്തമായ തിരമാലയാണ്. കാലവർഷം രൂക്ഷമായ ഒരു സാഹചര്യം സംസ്ഥാനത്തിന്റെ കേരള തീരത്തടക്കമുള്ള സ്ഥലങ്ങളിലുണ്ട്. സ്വാഭാവികമായും തിര വലിയ രീതിയിൽ അടിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഈ ചാക്കുകെട്ടുകൾ ഈ തിരക്കൊപ്പം ഇങ്ങനെ അടിച്ച് കടലിൽ നിന്നും കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ 10-15 ചാക്കുകെട്ടുകൾ ഒരേ സമയം ഈ കടലിന്റെ ഈ തിര കരയിലേക്ക് അടിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനൊക്കെ സാധിക്കും. മറ്റൊരു കണ്ടെയ്നറാണ് തൊട്ട് സമീപത്തായി കിടക്കുന്നത്. അത് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിന്റെ ഒരു 80 ഭാഗവും കടലിൽ മണ്ണിനുള്ളിൽ അല്ലെങ്കിൽ അതിൽ പതിഞ്ഞിരിക്കുന്ന നിലയിലാണ്. തൊട്ട് സമീപത്താണ് ഇവിടെ മറ്റൊരു കണ്ടെയ്നർ കൂടിയുള്ളത്. ഇനി പാപനാശത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വർക്കല പാപനാശം തീരത്തും മാന്തറയിലുമാണ് കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത്. അവിടെ മാമ്പ്ര തീരത്ത് അടിഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നർ എന്നുള്ളതാണ് പ്രദേശവാസികൾ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. ഒപ്പം തന്നെ പാപനാശം ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ, ഈ സമാനമായ രീതിയിലുള്ള ചാക്കുകെട്ടുകൾ തന്നെയാണ് അവിടെയും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നമുക്ക് കണ്ടാൽ അറിയാതെ ക്രിസ്റ്റൽ, ഉപ്പിന്റെ സ്വഭാവമുള്ള രീതിയിലുള്ള വസ്തുവാണ്. പക്ഷേ ഉപ്പല്ല, കാരണം ഇത്രയധികം വെള്ളം അടിക്കുമ്പോൾ അത് അലിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ ഉപ്പല്ല, പ്ലാസ്റ്റിക്കിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രാസപദാർത്ഥം എന്നോ തോന്നുന്ന രീതിയിലുള്ള ഉപ്പ് പരലുകൾക്ക് സമാനമായ രീതിയിലുള്ള വെള്ളത്തരികളാണ്. അത് തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള തരികളാണ് ഈ കടൽ തീരത്ത് തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ അടിഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. പക്ഷെ അതെന്താണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം കുറച്ചധികം ആളുകൾ ഈ തീരദേശ മേഖലയിലാണ്, ഇത്തരത്തിൽ അപരിചിതമായ വസ്തുവാണ്, ഇത് കാണാനും ഈ കണ്ടെയ്നർ കാണാനും ഒക്കെയായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, ദൃശ്യങ്ങൾ പകർത്താനായി എത്തുന്നുണ്ട്. ഇവരെയൊക്കെ നിയന്ത്രിക്കാനായി പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ, പരിചിതമല്ലാത്ത രീതിയിലുള്ള പദാർത്ഥങ്ങൾ തീരത്തടിയുകയാണെങ്കിൽ അത് ആരും സ്പർശിക്കരുത്, തുടരുത്, അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുമുള്ള ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കാണുകയാണെങ്കിൽ അത് തീരദേശ പോലീസിനെയോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയോ അറിയിക്കണം. 112 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് അറിയിക്കണം എന്നുള്ളതായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെയോടുകൂടി, അതായത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ 2 കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു
എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രദേശവാസികൾ പലരും ഇവിടെ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കോസ്റ്റൽ പോലീസിനെയും അറിയിക്കുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ വാർത്താ സംഘങ്ങൾ എത്തുന്നു, ഒപ്പം തന്നെ ഇത് കാണാനായ ആളുകൾ എത്തുന്നു, സുരക്ഷയ്ക്കായി പോലീസ് എത്തുന്നു. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റ് ജില്ലകളിൽ കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സമാനമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെ കസ്റ്റംസും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയതിനു ശേഷമായിരിക്കും ഈ ഒരു വസ്തു ഇവിടുന്ന് നീക്കം ചെയ്യുക, ഒപ്പം തന്നെ കണ്ടെയ്നർ ഇവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. പൂർണ്ണമായും തകർന്ന നിലയിലാണ് 2 കണ്ടെയ്നറുകളും ഈ അഞ്ചുതെങ്ങ് മേഖലയിലുള്ളത്. നമ്മൾ ചിലയിടത്ത് കണ്ടത് തുറന്ന് വെറുതെ കിടക്കുന്ന കണ്ടെയ്നർ ആണ് എങ്കിൽ ഇതിന് കാര്യമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 കണ്ടെയ്നറുകളും തകർന്ന പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് കിടക്കുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഇനി ഈ കണ്ടെയ്നറിന്റെ ഒരു വാതിൽ മാത്രമാണ് തുറന്നു കിടക്കുന്നത്, അതിന്റെ പൂർണ്ണമായും തുറന്നിട്ടില്ല. ഒരു വാതിൽ തുറന്ന് ആ തുറന്ന വാതിലിൽ നിന്ന് ഈ വസ്തുക്കൾ പുറത്തേക്ക് വീണു, പകരം വെള്ളം അതിനകത്ത് കയറുന്നുണ്ട്. മറ്റൊരു വാതിൽ അടഞ്ഞ നിലയിലാണ്. അപ്പോൾ ഇതിനെയും കൂടുതൽ വസ്തുക്കൾ ഈ ഒരു ചാക്കുകെട്ടിന് തോന്നുന്ന രീതിയിലുള്ള പാക്കറ്റ് ചാക്കുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് അടക്കം അറിയിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങളാണോ അതോ മറ്റേ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളോ, പ്രത്യേകിച്ച് തീരദേശ മേഖലയാണ്. പൂർണ്ണമായും ഇവിടെയൊക്കെ മത്സ്യബന്ധനത്തിന് ആളുകൾ പോകുന്ന കടൽ തീരമാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ, കടലിൽ ഇറങ്ങാൻ പറ്റുമോ? ഇത് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് പാരിസ്ഥിതികമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു പാട പോലെ തന്നെ കടലിന് മുകളിൽ ഒരു പാട പോലെ കിടക്കുന്നതിന് സമാനമായി തന്നെ തരികളായി ഇങ്ങനെ ഈ കടലിന്റെ തീരദേശ മേഖലയിൽ തീരത്തോട് ചേർന്ന് ഇങ്ങനെ ലെയറായി ഈ വെള്ളപദാർത്ഥം ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ എടുക്കരുത്, തുടരുത് എന്നുള്ളത്. MSC എൽസ 3 എന്ന് പറയുന്ന ആ ഫീഡർ കപ്പലിൽ നിന്നും ഏകദേശം 20-ലധികം വരുന്ന കണ്ടെയ്നറുകൾ ഇതുവരെ പല തീരങ്ങളിലായി അടിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറെയും തുണിത്തരങ്ങളുണ്ട്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ എന്ന രീതിയിൽ തോന്നിക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില പദാർത്ഥങ്ങളുണ്ട്. എന്തായാലും കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി ഇതിന്റെ മറ്റ് നിയമ നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് നീക്കം ചെയ്യുക. എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിലും പറയേണ്ടിയിരിക്കുന്നു. രോഹിണി. ശരി ശാലിനി, വർക്കലയിൽ നിന്നും S ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.